വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാനൊരു ചെമ്മീൻ മസാലയൊക്കെ ചതച്ച് വറ്റിച്ചെടുക്കുന്ന ഒരു റെസിപ്പിയാണ്. അതിന് നാണ്ടേ 1 കിലോ ചെമ്മീൻ ക്ലീൻ ചെയ്ത് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടേ. ഒരു 1/2 കിലോയുടെ അടുത്തുണ്ട്, 1/2 കിലോയിൽ തോനെയുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ മല്ലി, ഒരു 3/4 ടീസ്പൂൺ പെരുംജീരകം, വലിയ ജീരകം, ചെറിയ ജീരകമല്ല പെരുംജീരകം, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക്. ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം, പൊടിയരുത്, ചതച്ചെടുക്കാം. അങ്ങനെ ചതച്ചുകൊണ്ട് വേണ്ട, ഇതുപോലെ ചതച്ചെടുക്കണേ. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി മിക്സിയുടെ വലിയ ജാറെടുത്ത് വെച്ചിട്ട് അതിനകത്ത് ഒരു 10-15 ചെറിയ ഉള്ളി, സാമ്പാർ ഉള്ളി, 10-15 എണ്ണം ഉണ്ട്, 10-15-16 എണ്ണം ഉണ്ട്, അതിട്ടിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സവാള അതും ഇട്ടിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് അത് ഒടിച്ചിട്ട് കൊടുക്കേ, അതിട്ടിട്ടുണ്ട്. പിന്നെ ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ഒരു 10-12 വെളുത്തുള്ളി അല്ലി അതും ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 2-2.5 ടീസ്പൂൺ മുളക്, ചതച്ച മുളക് അതിട്ട്, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിട്ടേക്കണം. ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചിട്ട് വരെ, അരയരുത്, ചതച്ചെടുത്താൽ മതി. കണ്ടില്ലേ, ഇതുപോലെ കണ്ടില്ലേ, ചതച്ചെടുക്കണം, അരയരുത്. അപ്പം ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാം. ചട്ടി ചൂടാവട്ടെ. ചട്ടി ചൂടായി, അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ, മതിയേ. നമ്മൾ എണ്ണ ചൂടായി, അതിനകത്ത് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കേ. കടുകിട്ട് കൊടുത്തു. ഇനി ഇതിനകത്ത് കടുക് പൊട്ടട്ടെ. നമ്മളെ കടുക് പൊട്ടിക്കഴിഞ്ഞേ, അതിനകത്ത് 2 തണ്ട് കറിവേപ്പില, ഈ പൊടിച്ച് വെച്ച പൊടിയില്ലേ മസാല, അത് ഇട്ട് കൊടുക്കേ. ഇതിനകത്ത് ഈ ചതച്ച് വെച്ച ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇല്ലേ, ഇഞ്ചിയൊക്കെ, അത് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വഴന്ന് വരട്ടെ. ഇതിൻ്റെ ഒരു പച്ച വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി കിട്ടല്ലേ. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഫോളോ ചെയ്ത്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഇതിനകത്ത് ഈ ചെമ്മീനില്ലേ, ചെമ്മീൻ ഇട്ട് കൊടുക്കേ. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിനാവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. സവാള ഇതിപ്പം ഞാൻ വഴറ്റിയില്ലേ, അത് ഒത്തിരി ഒന്നും മുരിഞ്ഞൊന്നും പോകരുത്. അതിൻ്റെ പച്ച മണം ഒന്ന് മാറ്റിക്കിട്ടണം, നല്ല വഴന്ന് കിട്ടിയാൽ മതി. ഇനി ഇതിങ്ങനെ ഒന്ന് അടച്ചു കൊടുക്കേ, ഒരു കവർ ചെയ്ത് കൊടുത്തിട്ട് തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ട്, തീരെ കുറയ്ക്കണ്ട, കുറച്ച് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഇങ്ങനെ കിടക്കും. ചെമ്മീൻ നോക്കേ, 2 മിനിറ്റായി. ചെമ്മീന് വെള്ളം ഒഴിക്കരുത്, കാര്യം ചെമ്മീന് തന്നെ വെള്ളം ഉണ്ടല്ലോ. ഇനി ഇതിൽ
ചെമ്മീന് വലിയ വേവൊന്നുമില്ല, പക്ഷേ ഇനി വേവിക്കണം. ഇത് 2 മിനിറ്റല്ലേ ഇട്ടുള്ളൂ. ഇതിനകത്ത് ഒരു നുള്ള് ഉലുവാപ്പൊടിയേ, ഒരു നുള്ള്. അത് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കാം. ഇനി ഇതിലോട്ട് 2 തക്കാളി കുനുകുനാന്ന് അരിഞ്ഞിട്ടതേ അതിട്ട് കൊടുക്കാം. ഇത് ഇളക്കമൊന്നും വേണ്ട, ഇത് ഇതുപോലെ തന്നെ അടച്ച് കവർ ചെയ്ത് കൊടുക്കേ. എന്നിട്ട് തീരെ കുറയ്ക്കാം. എന്നിട്ട് ഒരു 6-7 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. എന്നിട്ട് നമുക്ക് എടുക്കാം. നമ്മുടെ ചെമ്മീൻ എന്തായെന്ന് നോക്കേ. 6-7 മിനിറ്റായി. ചെറിയ തീയിലല്ലേ. ചെമ്മീൻ്റെ മണം മൂക്കി ഒന്നടിച്ചേ. എന്താ ചെമ്മീൻ ഇളക്കി കൊടുക്കേ. അതിനകത്തൊന്ന് ഉപ്പ് നോക്കട്ടെ. നല്ല അടിപൊളി ടേസ്റ്റ്. ചുപ്പൂറ ശക്കലം. നല്ല ടേസ്റ്റ്. തീർന്ന് കൂട്ടിയിട്ട് കൊടുക്കേ. നല്ല തീയിട്ട് കൊടുത്തൊരു 1 മിനിറ്റ് ഞാനിങ്ങനെ ഒന്ന് ഇളക്കി. ഇനി ഇതിൽ വേറെ പരിപാടിയൊന്നുമില്ല. ഒരു തണ്ട് കറിവേപ്പില ഒന്നിട്ട് കൊടുക്കുക. പിന്നെ ഒരു 2 പച്ചമുളക് അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇത് ചോറിന് മാത്രമല്ലേ, ചപ്പാത്തിക്കും. കാര്യം തക്കാളിയുടെ പുളി മാത്രമല്ലേ ഉള്ളൂ. പിന്നെ പുളിയൊന്നും ഇങ്ങനത്തെ കറിക്ക് ഞാൻ പുളിയൊന്നും ചേർക്കാറില്ല. ഇനി ഇത് നമുക്കൊന്ന് അണയ്ക്കാം. ഓക്കെ. നല്ല ടേസ്റ്റായത് ചപ്പാത്തിയോടൊക്കെ കഴിക്കാനും. ചപ്പാത്തി ചോറിന് ബെസ്റ്റ് കറിയതേ. അപ്പം ഈസിയാണ്. ചെറിയ ചെമ്മീൻ, ഇതുപോലത്തെ കുഞ്ഞു ചെമ്മീനാണ് ഇതിൽ വേണ്ടതേ. അപ്പം ഇതുപോലൊന്ന് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവേ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.